ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണ്. അല്ലാഹു തആലാന്റെ ഭക്തന്മാരായ ആളുകൾ, സ്വർഗസ്ഥരായ ആളുകളായിട്ടുള്ള ആളുകളെ അല്ലാഹു തആല വിവരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന വിശേഷണം കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങൂ. രാത്രിയിൽ കുറച്ച് സമയം മാത്രമേ അവർ ഉറങ്ങൂ. ശരീരത്തിൻ്റെ ധർമ്മം പുലർത്താൻ, ക്ഷീണമകറ്റാൻ ഒരല്പമേ അവർ ഉറങ്ങൂ. വബിൽ അസ്ഹാർ, പതിരാ സമയങ്ങളിൽ, അത്താഴം കഴിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അത്തരം സമയങ്ങളിൽ, അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഹും യസ്തഗ്ഫിറൂൻ, അവർ അല്ലാഹുവിനോട് മാപ്പിരുന്നുകൊണ്ടേയിരിക്കും. സ്വർഗസ്ഥരായ ആളുകളെ കുറിച്ചുള്ള മഹത്തായ വിശേഷണമാണിത്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല തങ്ങളവർ പറയുന്നു, അഹ്നഫ് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു സഹിഷ്ണുതയിൽ ഏറ്റവും ഉപമയായി, വലിയ നിദർശനമായി ഉയർത്തി കാണിക്കാറുള്ളവരാണ് ബഹുമാനപ്പെട്ട അഹ്നഫ് ബിനു ഖൈസ്. ആ അഹ്നഫ് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമായിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് ഹസനുൽ ബസ്രി തങ്ങൾ വിവരിക്കുന്നു. അഹ്നഫ് ബിനു ഖൈസ് പറയും, സ്വർഗക്കാരെ സംബന്ധിച്ച് ഞാനൊന്ന് ചിന്തിച്ചു. അവരുടെ കർമ്മങ്ങൾ എന്താണ്, അവരുടെ കർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് എൻ്റെ കർമ്മവും അവരുടെ കർമ്മവും തമ്മിലുള്ള ബന്ധം ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ തമ്മിൽ വളരെ അന്തരമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ബൗനം ബഈദ, വളരെ അകൽച്ചയുണ്ട്. കാരണം എൻ്റെ അമലും അവരുടെ അമലും തമ്മിൽ ഒരിക്കലും ഒക്കുകയില്ല. അവർ ചെയ്യുന്ന അമലുകളെ എത്തിപ്പിടിക്കാൻ നമുക്കാവില്ല സ്വർഗക്കാരെ കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ. കാരണം അല്ലാഹ് പറയുന്നു, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ ഒരല്പസമയം മാത്രമേ ഉറങ്ങുകയുള്ളൂ. ഉറക്കത്തിന് ലേശം സമയം. നമ്മൾ അധികവും ഉറങ്ങലാണല്ലോ, ബാക്കി സമയമല്ലേ ഇബാദത്ത് ചെയ്യൂ. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവരുടെ അമലുകളും അവരുടെ കർമ്മവും എത്തിപ്പിടിക്കാൻ നമുക്കാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അഹ്നഫ് ബിനു ഖൈസ് മഹാനുടെ വിനയം കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മഹാനുടെ നിലപാട് ഇങ്ങനെയാണെന്ന് പുറമേ വെറുതെ പറയാൻ വേണ്ടി മഹാനവറുകൾ വിനയത്തോടുകൂടെ പറയുന്നതാവാം. നമ്മളങ്ങനെ തന്നെയല്ലേ നമ്മുടെ കർമ്മങ്ങൾ? സ്വർഗസ്ഥരായ ആളുകളുടെ കർമ്മവുമായി നമ്മുടെ കർമ്മം തട്ടിച്ചു നോക്കിയാൽ കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്ന വിശേഷണമാണ് അള്ളാഹു അവർക്ക് പറയുന്നത്. സൂറത്തു ദാരിയാത്തിലെ സ്വർഗസ്ഥരായ ആളുകൾ, അവർക്ക് താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ടെന്ന് പറയുന്ന ആ ആളുകളുടെ വിശേഷണം പറയാണത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്ന്. അഹ്നഫ് ബിനു ഖൈസ് തങ്ങൾ പറയുന്നു, സ്വർഗക്കാരുടെ അമല് നോക്കുമ്പോൾ അതിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഉയരങ്ങളിലായി രാത്രി മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് നിസ്കരിക്കുകയും വിഭാഗത്തിൽ മുഴുകുകയും ചെയ്യുന്നതും, നിന്ന് ഖുർആൻ ഓതിക്കൊണ്ട് നൃത്തത്തെ അധികമാക്കിക്കൊണ്ട് തന്നെ നിസ്കരിക്കുകയും ചെയ്യുന്നവരാണ് അവരെന്നാണ് അവരെ പറ്റി കാണുന്നത്. നമ്മളിഞ്ഞ് ഹയാത്താക്കുകയാണെങ്കിലും ഇരുന്ന് ഖുർആൻ ഓതാനാ നോക്കുക. ഇരുന്ന് ഖുർആൻ ഓതാൻ, നിന്ന് ഖുർആൻ ഓതാൻ അത്ര വിഷമല്ലല്ലോ, പല ആശ്വാസവും കൊള്ളാം. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നതാണ് ഏറ്റവും ശറഫാക്കപ്പെട്ട, ഏറ്റവും മുന്തിയ ഓത്ത്. ആ ഓത്താണ് അല്ലാഹു വിവരിക്കുന്നത്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ. പിന്നെന്താ അവർ ചെയ്യുക? യഖൂമൂൻ, അവർ നിന്ന് നിസ്കരിക്കുകയാണ്. നിന്ന് നമസ്കരിക്കുക എന്നത് രാത്രിയിലെ നിന്ന് നമസ്കാരം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രിയിലെ നിന്ന് നമസ്കാരം നിങ്ങൾ പതിവാക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബലക്കും, നിങ്ങൾക്ക് മുൻപേയുള്ള സദ്വൃത്തരായ ആളുകൾ, ഈ സമുദായത്തിന് മുൻപുള്ള പൂർവ്വ സമുദായങ്ങളിലെ സദ്വൃത്തന്മാരുടെയും സമ്പ്രദായമാണ് രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരം. റമദാനിലാണ് നമുക്ക് അതിനൊരു സൗകര്യം കിട്ടുള്ളൂ. കാരണം എങ്ങനെ വന്നാലും അത്താഴം കഴിക്കാൻ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അത്താഴം കഴിക്കാൻ എഴുന്നേറ്റിട്ട് ആ എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രിയിലെ പ്രത്യേകമായ നിസ്കാരം എന്ന നിലക്കും, അതുപോലെ ഉറക്കമണിയിട്ട നിസ്കാരം എന്ന നിലക്കും, ഖിയാമുൽ ലൈൽ എന്ന നിലക്കുമൊക്കെ നിസ്കരിക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല അസുലഭ അവസരമാണ് പരിശുദ്ധ റമദാൻ.
അത്തരം നേരങ്ങളിലെങ്കിലും ഇത് സ്വാലിഹ്യങ്ങളുടെ സമ്പ്രദായമാണ് എന്നും പതിവാക്കണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ പറഞ്ഞ ഖിയാമുൽ ലൈൽ നടത്തിക്കൊണ്ടാണ് ഇവർ ഉറക്കമളക്കുന്നത്. അപ്പോൾ സ്വർഗക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ കർമ്മത്തെ എത്തിപ്പിടിക്കാനാവില്ല. പിന്നെ ഞാൻ എൻ്റെ കർമ്മത്തെ നോക്കി നരകക്കാരുമായി ബന്ധപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഹനഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, നരകക്കാരുമായി ബന്ധപ്പെടുത്തി എൻ്റെ കർമ്മത്തെ ഞാനൊന്ന് ചേർത്ത് നോക്കുമ്പോൾ അവർ മഹാഗുണം കെട്ടവരാണ്. അഹ്ലുന്നാർ, നരകക്കാർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചവർ. കാരണം അവർ മുകദ്ദിബൂന ബില്ലാഹി വബിറുസുലിഹി, അള്ളാഹു തആലാനെ കൊണ്ടും അള്ളാഹിൻ്റെ മുർസലീങ്ങളെ കൊണ്ടും അവിശ്വസിക്കുന്നവരും അവരെ കളവാക്കുന്നവരുമാണ്. മാത്രമല്ല മുകദ്ദിബൂന ബിൽ ബഅസ് ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ചും വിചാരണയുടെ നാളിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവർ കളവാക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ലല്ലോ, ആശ്വാസം തോന്നി. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഏറ്റവും മുന്തിയവരായി നാം കാണുന്നത് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്. നമ്മളെപ്പോലുള്ള ആളുകളിൽ ഏറ്റവും മുന്തിയവരായി നാം കാണുന്നത് ഖൗമൻ ഖലതു അമലൻ സ്വാലിഹ വ ആഖറ സയ്യിആ, കുറേ സൽക്കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം കുറേ തിന്മകളും അവർക്കുണ്ട്. ഇത്തരം ആളുകളാണ് നമ്മളെപ്പോലുള്ള വിശ്വാസി സമൂഹത്തിൽ ഏറ്റവും അധികമുള്ളവർ, മാത്രമല്ല മുന്തിയവരും. ഏറെ മുന്തിയവരായാൽ അവർ കുറേ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം കുറേ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ വാഖറൂന അതറഫൂ ബിദുനൂബിഹിം, സ്വന്തം പാപങ്ങൾ കുറ്റബോധത്തോടുകൂടെ സമ്മതിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുകയും ഖലതു അമലൻ സ്വാലിഹ വ ആഖറ സയ്യിആ, അവർ സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ തിന്മകളും ചെയ്തിട്ടുണ്ട്, രണ്ടും അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അത്തരം ആളുകളാണെങ്കിലും അവർ ഇതർഹു ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ അവർ സ്വയം ഏറ്റുപറയുന്നു, അള്ളാഹുവിനോട് ഏറ്റുപറയുന്നു, സമ്മതിച്ചു പറയുന്നു, കുറ്റസമ്മതം നടത്തുന്നു, പശ്ചാത്തപിക്കുന്നു, പൊറുക്കാൻ വേണ്ടി തേടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഫഅസല്ലാഹു അൻ യതൂബ അലൈഹിം, ഇവരുടെ മേൽ അല്ലാഹു തആല തൗബ പ്രതീക്ഷിക്കാം അവരെ പറ്റി അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ വിഭാഗത്തിൻ്റെ ഗുണമാണ് അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവർ പറയുന്നത്. നമ്മളിൽ ഏറ്റവും മുന്തിയവർ ആ തരക്കാരാണ്. അല്ലേ വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിലധിക പേരും സ്വാലിഹായ അമലുകൾ അല്പമൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്വാലിഹായ അമൽ എന്ന് വിശേഷിപ്പിക്കാനാകുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. എന്നാലും കൽപ്പനക്ക് വഴിപ്പെടുകയാണല്ലോ. അള്ളാഹിൻ്റെ കൽപ്പനക്ക് നമ്മൾ വഴിപ്പെട്ടുകൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നു. നോമ്പനുഷ്ഠിക്കുന്നു, 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുന്നു, കൂടെ ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകൾ നിർവഹിക്കുന്നു. ഇതുപോലത്തെ കർമ്മങ്ങൾ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ദാനധർമാദികൾ, അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ തെറ്റിലകപ്പെടുമ്പോൾ, കുറ്റത്തിൻ്റെ അവസരം വരുമ്പോൾ നമ്മുടെ ശാരീരികമായ നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, നമ്മുടെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തഖ്വായുടെ മനസ്സിൽ നിന്നും അതിൻ്റേതായ ശരിയായ ഔന്നത്യത്തിലേക്കും ബോധത്തിലേക്കും എത്താത്തതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള വികാരങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളും പാപങ്ങളും നമ്മിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ലൈംഗിക വികാരത്തിനനുസരിച്ച പാപങ്ങൾ, തീറ്റ വികാരത്തിനനുസരിച്ച പാപങ്ങൾ, അതുപോലെ സുഖത്തിനനുസരിച്ച പാപങ്ങൾ, ക്രോധത്തിനനുസരിച്ച പാപങ്ങൾ, എല്ലാ വികാരങ്ങൾക്കും ബന്ധപ്പെട്ട പാപങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നു. കൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അത് ഏറ്റുപറയുകയും സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിക്കുകയും ചെയ്താൽ അവരുടെ മേൽ തൗബ സ്വീകരിച്ചേക്കാം അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ ഈ ആശ്വാസ വചനം, അള്ളാഹുവിൻ്റെ നമുക്ക് ആശ്വാസം നൽകുന്ന ഈ മഹത്തായ വചനം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹജനകമാണ്. പരിശുദ്ധ റമദാൻ അതിനു പറ്റിയ മാസമാണ്. ഒരു വർഷത്തെ നമ്മൾ ആലോചിക്കുക, വിലയിരുത്തുക, എന്നിട്ട് പാപങ്ങളിൽ നിന്ന് മടങ്ങി പശ്ചാത്തപിച്ച് കുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അള്ളാഹു തആലാനോട് മാപ്പിരക്കാനുള്ള സമയം.